നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് ഞാൻ 2 പോട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അലോക്കേഷ്യ, കൊളോക്കേഷ്യ, പിന്നെ എലിഫൻറ്റിയർ, ഇങ്ങനെയൊക്കെയാണ് ഈ ചെടികളുടെ പേരുകൾ വരുന്നത്. വേറെയും 1-2 പേരും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറേ ആയിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കൊച്ചു ബേബി പ്ലാന്റ് ഒക്കെ വരുമ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഒന്നും ഇച്ചിരി വളമൊക്കെ ഇട്ടിട്ട് ഒത്തിരിയായി. പിന്നെ അതുമല്ല, ഇതിൻ്റെ തണ്ട് പൊക്കത്തിലോട്ട് കയറി വന്നപ്പോൾ അതിൽ നിറച്ച് വേരുകളും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്നും കൂടി റീപോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ബേബി പ്ലാന്റ് നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ നോക്കി വെച്ചിട്ട് ഇപ്പം കുറച്ചായി. കാരണം ഇതിൻ്റെ അടിയിൽ മണ്ണ്, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും അറിയാത്ത കാരണം കൂടുതലും മണ്ണാണ് ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ അതുമല്ല, അന്നേരം നമ്മുടെ എല്ലാ പോട്ടിനും, എൻ്റെ മിക്കവാറും എല്ലാ പോട്ടിലും വെയിറ്റ് കൂടുതലാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതിനൊക്കെ വെയിറ്റ് കുറവാണ്. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ പോട്ടിൽ ഇപ്പം മണ്ണെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് മണ്ണ്, വേറെ ലൂസായിട്ടുള്ള മണ്ണിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊക്കോപ്പിറ്റും പിന്നെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ഇത്രയും കൂടെ, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എല്ലുപൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് കുറച്ച് എല്ലുപൊടിയും സാഫും ഒക്കെ ചേർത്ത്. സാഫു പിന്നെ കുഴപ്പമില്ല, അതിനകത്ത് ഇച്ചിരി ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളും. ഇതിൻ്റെ അടിയിൽ ഇച്ചിരി ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് സാഫ് തേച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കുറേ ബേബി പ്ലാന്റുകൾ എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ആ വേരിനെ തന്നെ പലതായിട്ട് നമുക്ക് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് കുറേ ഇതിൻ്റെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ട് ഇത്ര നീളമുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലെ വേര് അത് ഞാൻ താഴെ നിന്ന് എടുത്ത വേരും പിന്നെ അത്രയും നീളത്തിലുള്ള അതുമുണ്ട്. അപ്പോൾ അത് എല്ലാം ഇനി പ്രത്യേകം ചെറിയ പോട്ടുകളിലോട്ട് ആക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഇപ്പം പോട്ടുകളൊന്നും ഇരിപ്പില്ല, ചെറുതൊന്നും. ഇപ്പോൾ അത് കാരണം അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ എലിഫൻറ്റിയറിൻ്റെ ആണെങ്കിലും ഒരുപാട് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുത്തപ്പം ഇത് എടുക്കാൻ എനിക്ക് വലിയ പാടില്ലായിരുന്നു. മറ്റേത് ഞാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. അതിനകത്ത് കണ്ടമാനം മണ്ണ് കയറി അങ്ങ് ചെളി പോലെ ആയിപ്പോയായിരുന്നു. ഇത് പിന്നെ അത്ര പാട് വേണ്ടി വന്നില്ല. ഇതിപ്പോൾ അധികം ആയിട്ടില്ല ഞാനിത് വെച്ചിട്ട്, അത് കാരണം ഇതിനകത്ത് മണ്ണ് ലൂസായിരുന്നു. പിന്നെ ഞാനിത് എടുക്കാൻ കാര്യം ഇതങ്ങ് പൊങ്ങിപ്പോയിട്ടാ, എന്താണെന്നറിയില്ല. അത് കാരണം ഞാൻ കുറച്ചും കൂടെ താത്ത് വെക്കാമെന്ന് വെച്ചു. ഇത് ഇത്രയും കൊച്ചു കിഴങ്ങുകൾ അതിൽ നിന്ന് കിട്ടിയതാണ്. ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അതിനകത്ത് തപ്പി നോക്കി വല്ലതും ഇനിയും ഉണ്ടോ. അപ്പം കുറേ കിട്ടി കേട്ടോ, കുഞ്ഞായിട്ട് കുറേ കിട്ടി. അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വേറെ പോട്ടുകളിൽ നട്ട് വെക്കണം. എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് കുറേ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ കൊക്കോപ്പിറ്റും വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, എല്ലുപൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാണകം ഇപ്രാവശ്യം ഇട്ടിട്ടില്ല. ഇനിയിപ്പം എൻ്റെ കയ്യിൽ തീർന്നു പോയി ചാണകം. ഇനിയിപ്പോൾ അത് ചാണകപ്പൊടി കൊണ്ടുവന്ന് അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നടുക്ക് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലോട്ട് നന്നായിട്ട് വേര് ഇറക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് ഇഷ്ടംപോലെ ബേബി പ്ലാന്റ് വന്നോളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ നിലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ ചെടിയായി വരും കേട്ടോ. ഇതിപ്പോൾ ഈ പോട്ടിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് അത്രയും വലിയ പോട്ടൊന്നും അല്ലല്ലോ. അത്യാവശ്യം ഇതിപ്പോൾ തന്നെ ഈ ഒരു ഹൈറ്റിലുണ്ട്. ഇത് നല്ലതായിട്ട് തറയിൽ വെക്കുകയാണെങ്കിൽ നമ്മളെക്കാളിലൊക്കെ നല്ല പൊക്കത്തിൽ വരും. എന്ത് രസമാണ് കാണാനല്ലേ. ചില ഗാർഡനിലൊക്കെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പം പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതിങ്ങനെ നിലത്ത് വരെ വളർന്ന് കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഓരോ നോട്ടായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ മാർബിൾ പോത്തോസ് വെച്ചതുപോലെ തന്നെ ഇതിനെയും കൂടി ഇനിയൊന്ന് വെക്കണം, വെള്ളത്തിലിറക്കി വെക്കണം. അപ്പം വേര് നന്നായിട്ട് പിടിച്ച് വന്നോളും. പിന്നെ ഞാൻ കുറേ ബൊഗൈൻവില്ലയെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് അത് നന്നായിട്ട് വളർന്നു. ഇപ്പം മഴ ആയതുകൊണ്ട് ശരിക്കും അത് കാട് പോലെ അങ്ങ് ആയിട്ടുണ്ട്. പിന്നെ നിറച്ച് അതിനകത്തെല്ലാം പുല്ല് കയറി പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം കുറേശ്ശെയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം വെട്ടിയെടുത്തു.
ഇത് പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു നാടൻ റോസാണ്, നിറച്ച് പൂക്കളാണ് എപ്പോഴും. ഒരുപാട് വളമോ അങ്ങനെ ഒന്നും വേണ്ട, ഞാനങ്ങനെ അതിനകത്ത് വളമൊന്നും ഇടാറ് പോലും ഇല്ല കേട്ടോ. എന്നാലും നിറച്ച് പൂക്കളാണ് എപ്പോഴും. ഇനി മുട്ട ധാരാളം അതിനകത്ത് വന്നിപ്പോണ്ട്. അപ്പോൾ അത് ഞാൻ വെട്ടി കുറച്ചൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ ഉണങ്ങിയ പൂക്കളെല്ലാം വെട്ടി ഒന്ന് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ നിന്ന് ബൊഗൈൻവില്ല അത്യാവശ്യം ഇതെല്ലാം നഴ്സറിയിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടി വെട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് കുഞ്ഞി താഴോട്ട് ഇറങ്ങി വന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ചെടിക്ക് ഇത് പോട്ടിൽ കണ്ടാൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇതിനകത്തൊരു മരുന്ന് നിപ്പുണ്ടെന്ന്, ചെറുള എന്നാണ് പേരുന്നാൾ. അത് എടുത്ത് മാറ്റാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. ഇനിയിപ്പോൾ അത് മിക്കവാറും മൊത്തത്തിൽ ഇളക്കിയെടുത്താലേ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതുപോലെ അതിനകത്ത് വേര് രണ്ടിൻ്റെയും കൂടെ വേര് മിക്സായി പോയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഇത് നഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൂടെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പയ്യെ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങോട്ട് ഷെഡിലോട്ട് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം മണ്ണെല്ലാം നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഇത് മണ്ണ് പൊക്കിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാം എടുത്ത് സൈഡിലോട്ട് വെച്ചതിന് ശേഷമാണ് പിന്നെ എല്ലാം ഒന്ന് തൂത്തെടുത്തത്. ചൈന ഡോളിൽ ഉറുമ്പ് മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ഉടനെ തന്നെ അതിൽ കുറച്ച് സ്പ്രേ ചെയ്തു, മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതല്ലെങ്കിൽ ആ ഒരു ചെടി മുഴുവനായിട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ അത്രയും പൊക്കത്തിലൊന്ന് വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നട്ട് വെച്ചതാണ്. അതെല്ലാം കുഴപ്പമില്ലാതൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അഗ്ലോണിമയുടെ ആ ഒരു വെറൈറ്റിയൊക്കെ. ഈ സമയത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. എന്നാൽ നന്നായിട്ട് കാർമേഘം ഇരുണ്ട് കിടപ്പുണ്ട്. കണ്ടോ, കാണാമല്ലോ, ആകാശം കണ്ടോ, നന്നായിട്ട് ഇരുണ്ട് കിടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാറ്റലേ ഉള്ളായിരുന്നു രാവിലെ. ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ അങ്ങ് നല്ല മഴയായി കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഉച്ചയായപ്പോഴത്തേക്കും കുഞ്ഞിയുടെ ബെൽറ്റ് വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ ആ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇത്രയും ദിവസം ബെൽറ്റില്ല നടന്നുകൊണ്ടൊരു വല്ലാത്ത വിഷമമായിരുന്നു. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.